ഇങ്ങനെ ഒരാളെ, സ്ഥിരമായി ലൈംഗിക കുറ്റങ്ങൾ ചെയ്യുന്ന ഒരാളെ അടുപ്പിക്കാനാകുമോ? RDXന്റെ ചോദ്യമല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലിരിപ്പ് നാട്ടുകാരെ അറിയിക്കാൻ പാലക്കാട് ഭവന സന്ദർശനം നടത്തുന്ന DYFI പ്രവർത്തകർ നാട്ടുകാരോട് ചോദിക്കുകയാണ്. ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത വിധം പ്രചാരണ പരിപാടികൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദ പർവ്വത്തിന് പിന്നാലെ കേരളം കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടതോടെ CPIM നിലപാട് ഈ വിധം കടുപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് എടുത്ത കേസിലും നടപടികൾ വേഗത്തിലാക്കുകയാണ്. ആരോപണം ഉന്നയിച്ചവരുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ പദ്ധതി. രാഹുൽ മാങ്കൂട്ടത്തിനെയും മൊഴിയെടുക്കാൻ വിളിക്കും. ഷാഫിയെ വഴിയിൽ തടഞ്ഞ DYFI സമരത്തിനെതിരെ കേരളം മുഴുവൻ പ്രതിഷേധം സംഘടിപ്പിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിരോധം. ഇന്ന് നടന്നതെല്ലാം ചുരുക്കത്തിൽ കാണാം. ആദ്യം RDX റാപ്പ് 59 സെക്കൻഡിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ടതിന് പിന്നാലെ CPIM പാലക്കാടും സംസ്ഥാനത്തുടനീളവും പ്രതിഷേധം കടുപ്പിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കടുത്ത നിലപാടുമായി നേരിട്ടെത്തി. ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് രാഹുലിന്റെ രാജിയെന്ന് MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ആരോപണങ്ങളുടെ വിശദാംശങ്ങളും ഗൗരവവും രൂക്ഷമായ ഭാഷയിൽ എണ്ണിപ്പറയുന്ന ലേഖനം ലക്ഷ്യം മാങ്കൂട്ടത്തലിൽ ഒതുക്കുന്നില്ല. തലക്കെട്ട് തന്നെ വേട്ടക്കാർക്ക് കൂട്ടുപോകുന്നവർ എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടുവെന്ന മൊഴി അതിജീവിതകൾ ആരെങ്കിലും നൽകിയാലേ ക്രൈംബ്രാഞ്ച് എടുത്ത കേസ് നിലനിൽക്കൂ. മാങ്കൂട്ടത്തിൽ ഇൻബോക്സിൽ അശ്ലീല സന്ദേശം അയച്ചുവെന്ന ആരോപണം ഉന്നയിച്ച യുവനടിയിൽ നിന്നും ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തിയ ട്രാൻസ്ഫോമറിൽ നിന്നും മൊഴി രേഖപ്പെടുത്താനുള്ള നടപടി പോലീസ് തുടങ്ങി. ഗർഭഛിദ്രം ചെയ്യാൻ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചതായി വെളിപ്പെട്ട ശബ്ദരേഖകളിലെ യുവതികളെ കണ്ടെത്താനും ഊർജിത ശ്രമം തുടരുകയാണ്. CPIM നിലപാട് കടുപ്പിക്കുമ്പോൾ ഷാഫി പറമ്പിൽ MPയെ DYFI പ്രവർത്തകർ തെരുവിൽ തടഞ്ഞതിനെതിരെ പ്രകടനവുമായി തെരുവിലിറങ്ങി പ്രതിരോധിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ ശ്രമം. RDX റാപ്പ് ന്യൂസ് മലയാളം. ആദ്യത്തെ ചില പ്രതികരണങ്ങളും ചില ദൃശ്യങ്ങളും നമുക്ക് ആദ്യം കാണാം. നല്ല മഴയിലും പാലക്കാട് DYFIയും SFIയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രചാരണ പരിപാടി തുടരുകയാണ്. MLAയുടെ സ്വഭാവവും സ്ത്രീകളോട് നടത്തുന്നതായി പുറത്തുവന്ന അതിക്രമങ്ങളും വീടുകൾ തോറും കയറിയിറങ്ങി വിശദീകരിക്കുകയാണ്. സംഘടനാ നടപടി വന്ന് 3 ദിവസം പിന്നിടുമ്പോൾ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങി. രാഹുലിനെതിരെയുള്ളത് കള്ളക്കേസെന്നും ഇരകൾ ആരും പരാതി പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ കേസെടുക്കാനാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP ചോദിക്കുന്നു. കാരണം കള്ളക്കേസ് ആരെടുത്താലും ഒരു പരാതിയില്ലാതെ, അതുപോലെ തന്നെ ഒരു തെളിവില്ലാതെ ഒരു കേസ് ആർക്കെതിരെ എടുത്താലും ആ കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അത് കോടതിയിൽ നിലനിൽക്കില്ലല്ലോ. അപ്പോൾ അത് നിയമ പോരാട്ടത്തിലൂടെ ആ ആളെന്ത് ചെയ്യും? നീതി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കും. കാലാവധി നിശ്ചയിക്കാതെയുള്ള സസ്പെൻഷൻ ഏത് നിമിഷവും മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കാനുള്ള പദ്ധതിയാണെന്ന് CPIMും BJPയും ആരോപിക്കുകയാണ്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തതായി കത്തൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് സ്പീക്കർ AN ഷംസി. അവധി അപേക്ഷ സോഫാർ ഇപ്പോൾ നിയമസഭാ സമ്മേളനം സെപ്റ്റംബർ മാസം 15-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുക. ഇതുവരെ അങ്ങനെ ഒരു അവധി അപേക്ഷ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ റിമൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററും സോഫാർ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഒരു ഡോക്യുമെൻ്റോ അല്ലെങ്കിൽ വെർബലായി ഏതെങ്കിലും അവരുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഞങ്ങൾ ചെയ്തു എന്നുള്ളവരോ അങ്ങനെ ഒരു കാര്യവും ഇതുവരെ എന്നെയോ എൻ്റെ ഓഫീസിനെയോ രേഖാമൂലം അവരെ അറിയിച്ചിട്ടില്ല. ഡാറ്റാ ഷീറ്റിലേക്ക് പോവുകയാണ്. പോലീസ് പിന്നാലെയുണ്ട്. രാഹുൽ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുകയാണ്. റിനി ആർ ജോർജിന്റെയും അവന്തികയുടെ മൊഴി വൈകാതെ രേഖപ്പെടുത്തും എന്ന വിവരമുണ്ട്. രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖയിലെ യുവതിയെ കണ്ടെത്താൻ ശ്രമം നടക്കുകയാണ്. ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത പരിശോധിക്കാൻ സൈബർ വിദഗ്ധരുടെ പ്രത്യേക സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. CPIM കടുപ്പിക്കുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ രാഹുലിനെതിരെ വീടുകയറി ക്യാമ്പയിനുമായി DYFI രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടും VD സതീശനെ ലക്ഷ്യമിട്ടും MV ഗോവിന്ദന്റെ ലേഖനം ദേശാഭിമാനിയിൽ വന്നിരിക്കുകയാണ്. ഒപ്പം ഷാഫിയെ പിടിച്ചാണ് കോൺഗ്രസിന്റെ പ്രതിരോധം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. വടകരയിൽ CPIM ഷാഫി പറമ്പലിന്റെ വഴി തടഞ്ഞത് ആയുധമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ചെയ്യുന്നത്. രാഹുലിനെതിരായ ആരോപണം
അത് പ്രധാനമായും മറിച്ച് MPയെ വഴിതടഞ്ഞത് ചർച്ചയാക്കാനുള്ള ശ്രമമാണ് എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പാലക്കാട് BJPയിലും പ്രതിസന്ധിയുണ്ട്. തന്റെ ജീവൻ അപായം സംഭവിച്ചാൽ ഉത്തരവാദി C. കൃഷ്ണകുമാർ ആണെന്നാണ് പീഡന പരാതി ഉന്നയിച്ച വനിത പറയുന്നത്. തന്നെ വലിച്ചിഴയ്ക്കുന്നതും മർദ്ദിക്കുന്നതും നിരവധി ആളുകൾ കണ്ടതാണെന്ന് പരാതിക്കാരി ഇന്നിപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ചികിത്സയ്ക്കായി പണം നൽകി സഹായിച്ചത് സുരേഷ് ഗോപിയാണെന്ന് യുവതി തുറന്നു പറയുകയാണ്. തനിക്ക് നീതി ലഭിക്കാനായി ശോഭാ സുരേന്ദ്രൻ ദയവായി ശബ്ദമുയർത്തണം എന്നും യുവതി അപേക്ഷിക്കുന്ന കാഴ്ച കാണുന്നു. കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ട്. C. കൃഷ്ണകുമാറിനെതിരെ പ്രതിഷേധം തുടരുന്നതിൽ പാലക്കാട്ടെ കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ട്. വ്യക്തമായ വിവരങ്ങൾ ഇല്ലാതെ സമരം നടത്തുന്നത് തിരിച്ചടിയാകും എന്നാണ് ആശങ്കയായി നിലനിൽക്കുന്നത്. പക്ഷേ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. രാഹുലും ഷാഫിയും കൂടെ അതിനകത്തൊരു അധ്യായമായി പുതുതായി ശക്തമായി വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ കോൺഗ്രസിന് ഒരു പ്രതിരോധം തീർക്കാനുള്ള ഒരു അവസരം കിട്ടിയത് ഷാഫി വന്നതോടെയാണ് എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെ നമ്മൾ RDXൽ ചർച്ച ചെയ്യുമ്പോൾ സനീഷ് പറഞ്ഞ ഒരു കാര്യം, ഷാഫി പറമ്പിലിൻ്റെ ആ ഇടപെടൽ എന്ന് പറയുന്നത് സ്വാഭാവികമായും അതിനെ വിമർശിക്കുകയായിരുന്നു സനീഷ് ചെയ്തത്. മാത്രമല്ല അതിൽ പ്രധാനമായും പറഞ്ഞ ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു മുഖ്യമന്ത്രിയെ തടയുന്ന പരിപാടി ഇവിടെ നടന്നു കഴിഞ്ഞാൽ മുണ്ടുമാടി കുത്തി അതിനെ തടയാനായി, ഈ തടയുന്നവരെ എതിരിടാനായി മുഖ്യമന്ത്രി ഇറങ്ങിച്ചെല്ലാറില്ല. അപ്പോൾ ഷാഫി എന്ന് പറയുന്നത് ഒരു MP ആണ്, ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അത് ചെയ്യേണ്ടതുണ്ടോ എന്നത് ചോദിച്ചിരുന്നു. പക്ഷേ അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, അത് ഈ മൊത്തം ചർച്ചകളെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ഇടപെടൽ കൂടിയായി അതിനെ കാണാമെന്ന്. തീർച്ചയായും ആ കാര്യത്തിൽ ആ നിലയ്ക്ക് ഒരു പരിധിവരെ ഷാഫി വിജയിച്ചു എന്ന് വേണം കരുതാൻ. അതായത് വഴി തടയാമായിരുന്നു, ആ തടയുന്നതിൻ്റെ അല്ലെങ്കിൽ പ്രതിഷേധിക്കാമായിരുന്നു. അതിൻ്റെ രൂപം മാറിയപ്പോഴേക്ക് ഒരു പിടി ഷാഫിയുടെ കയ്യിൽ കിട്ടി എന്നുള്ളത് വാസ്തവമാണ്. അതിൽ പിടിച്ചാണ് ഇന്നലെ വൈകിട്ടും ഇന്നു പകലും സംസ്ഥാനത്തുടനീളം ഈ വലിയ പ്രക്ഷോഭ പരിപാടികൾ യൂത്ത് കോൺഗ്രസിന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം, എനിക്കുള്ള ഒരു സംശയം, ഷാഫി തെളിച്ച വഴിയെ കോൺഗ്രസ് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അതങ്ങനെയാണോ കോൺഗ്രസ് തീരുമാനിക്കേണ്ടത്? ഒരു ക്ലവറായ ഡിസിഷൻ അതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇന്നിപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു അത് കള്ളക്കേസാണ് എന്ന് പറയുന്നു. സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിരോധം തീർക്കാനായി ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കളെ പലരെയും നമ്മൾ കണ്ടു, അങ്ങനെ അല്ലാത്ത പലരെയും നമ്മൾ കണ്ടു. പക്ഷേ പ്രധാനമായും കോൺഗ്രസ് നേതാക്കളിൽ വലിയൊരു പങ്ക് ആളുകളും ആ പ്രതിരോധത്തിനായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അത് തിരിച്ചടിക്കുമോ എന്നുള്ള സംശയം തീർച്ചയായും എനിക്കുണ്ട്. ഒരു പാർട്ടി എന്ന നിലയ്ക്ക് തീർച്ചയായും തിരിച്ചടിക്കുമോ എന്നുള്ള സംശയമുണ്ട്. കാരണം ഇന്നിപ്പോൾ മാത്യു കുഴൽനാടൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കാണുമല്ലോ, റിയൽ ആണ് വേണ്ടത്, റീൽസ് അല്ല വേണ്ടത് എന്ന്. ഇത് ആർക്കെതിരെ ഉയരുന്ന പരിഹാസമാണ്. അത് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ മറ്റു പാർട്ടികളെല്ലാം ഉയർത്തുന്ന വലിയ ആരോപണമാണ്. ആ ആരോപണം അതേ മട്ടിൽ ആവർത്തിച്ചിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ. ഒരു യൂത്ത് കോൺഗ്രസിലും ആരോപണം ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിലും ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ ആ ആരോപണം ഇങ്ങനെ ആവർത്തിച്ച് പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകനെതിരെ സ്വീകരിക്കേണ്ട സമീപനം അതുതന്നെയാണ്. തിരുത്തി വരട്ടെ, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഈ തെറ്റ് തിരുത്തി ഒന്നുകിൽ വരിക, അല്ലെങ്കിൽ കോടതിയിൽ തെളിയിച്ചു വരിക എന്നൊക്കെയുള്ള ചില നടപടിക്രമങ്ങളുണ്ടല്ലോ. അതിന് കാത്തിരിക്കാതെ അതിനു മുമ്പ് തന്നെ വലിയൊരു പ്രതിരോധ വലയം തീർക്കുന്നത് അബദ്ധമാവാനേ സാധ്യതയുള്ളൂ. കാരണം ജനങ്ങൾക്ക് മുന്നിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ആണ് വന്നത്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ CPIM പറയുന്ന ഒരു കാര്യമുണ്ട്, ജനങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് എവിഡൻസ് ആണ്, ആരോപണങ്ങളല്ല. ഇതിൽ ആരോപണം ഉന്നയിക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് ആരുടെ ശബ്ദമാണ് ഇത്, അയാളെ കണ്ടെത്തിക്കൊണ്ട് ആ പരാതി എടുത്ത് അത് ഈ കേസിൽ ഉൾപ്പെടുത്താം എന്നുള്ള ആലോചന അവർക്കുണ്ട്. നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കേസും പ്രശ്നവുമായി പോകാൻ ആ സ്ത്രീ താല്പര്യപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെയൊക്കെ സാധ്യത വേറെ അവിടെ നിലനിൽക്കുകയാണ്. അതുമാത്രമല്ല, അങ്ങനെ പോയാൽ വേറെ തരത്തിലുള്ള ഭീഷണിയോ ഒരുപക്ഷെ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടലോ ഒക്കെ ഉണ്ടാവുമോ എന്നുള്ള ആശങ്ക അവർക്കും കാണുമല്ലോ. അതുകൊണ്ട് ആ നിലയ്ക്കൊന്നും കാര്യങ്ങൾ നീങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ കാത്തിരിപ്പ് പക്ഷേ ഇവർക്ക് വേണ്ടതായിരുന്നു. ഇപ്പോൾ VD സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, ഈ CPIM ആണ് ഒറ്റയടിക്ക് പ്രതിരോധിക്കാൻ ഇറങ്ങുക, ഇത്തരം ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകളെ ന്യായീകരിക്കാൻ ഇറങ്ങുക എന്നത് VD സതീശൻ ഇന്നലെ വരെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കൂ, കോൺഗ്രസ്സുകാരെല്ലാം ചെയ്യുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുകയാണ്, തുടർച്ചയായി ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. P. ശശിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. P. ശശിയുടെ കാര്യത്തിൽ ഇപ്പോൾ CPIM എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ ഇറങ്ങി ഇത് വലിയ ചർച്ചയ്ക്ക് വെക്കില്ല. പക്ഷേ അവിടെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. P. ശശിയുടെ കാര്യത്തിൽ, PK ശശിയുടെ കാര്യത്തിൽ നടപടി വന്നിട്ടുണ്ട്. വിമർശിക്കാൻ ധാരാളം വക അതിനകത്തുണ്ട്. ആ ഘട്ടത്തിലെല്ലാം നമ്മളെല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ദീർഘകാലത്തേക്ക് നീണ്ടുനിന്ന നടപടി ഉണ്ടായി. ഒരു വ്യാഴവട്ടക്കാലത്തേക്ക് P. ശശിക്കെതിരെ ഒരു നടപടി നീണ്ടുനിന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങ് പെട്ടെന്ന് എല്ലാവരും മറന്നു പോകുമെന്ന് നമ്മൾ കരുതരുത്. അപ്പോൾ
ഇപ്പോൾ വി ഡി സതീശൻ ഈ നിലയ്ക്ക് ഒരു അഭിപ്രായം ഇന്നലെ പറയുമ്പോൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധിക്കാൻ വേണ്ടി രംഗത്തിറങ്ങില്ല. കാര്യം അദ്ദേഹം മനോവേദനയോടെയാണ് ഞാൻ നടപടി സ്വീകരിച്ചത് എന്ന് പറഞ്ഞ് അത് ഒതുക്കും എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ഇന്ന് ധാരാളം നേതാക്കൾ പ്രതിരോധിക്കാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഷാഫി പറമ്പിലിനെ അത്ര അഗ്രസീവായി തടഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ നീക്കത്തിലും ചെറിയ പാളിച്ച ഉണ്ടായിട്ടുണ്ട്. ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒരു രാഷ്ട്രീയ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഒരുപക്ഷെ ഇനി അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് കേസുമായിട്ട് മുമ്പോട്ട് പോകണം. ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തലുകൾ പലതുണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലുണ്ടാവും. ഇത്തരം ഘട്ടങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രതിരോധവുമായി എന്തിനാണ് കോൺഗ്രസ് ഇറങ്ങുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത ഒരാളല്ലേ? എന്തെങ്കിലും ഒരു കാരണമുണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ടായിരിക്കുമല്ലോ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഇത്രയും ശബ്ദമുയർത്തേണ്ട കാര്യം എന്താണ് കോൺഗ്രസിന് എന്നുള്ളത് സ്വാഭാവികമായും ആളുകൾ ചോദിക്കില്ലേ? ഇപ്പോൾ അവിടെ തെരുവിലിറങ്ങിയുള്ള പ്രചാരണ പരിപാടികൾ ഡിവൈഎഫ്ഐയും SFIയും കൂടെ സംഘടിപ്പിക്കുന്നു. സ്വാഭാവികമാണ്, രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും. അവിടെ എന്താണ്? അവിടെയും പ്രതിരോധിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് ഇറങ്ങി തിരിച്ചാലാണ് അത് കൂടുതൽ വിവാദമാവുക. ഇവിടെ ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്നുള്ളതൊരു ഒരു സംഗതി, അതായത് രാഹുലിന് വേണ്ടി പ്രതിരോധിക്കുന്നില്ല, ഷാഫി പറമ്പിലിന് വേണ്ടി പ്രതിരോധിക്കുന്നു എന്നുള്ള പ്രതീതിയിൽ പ്രതിഷേധ സമരങ്ങൾ നടക്കുമ്പോഴും ഇവർ പ്രസംഗിക്കുമ്പോൾ വരുന്നത് എന്താണ്? പുറത്തേക്ക് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടിയുള്ള പ്രതിരോധം തീർക്കൽ തന്നെയാണ്. അത് എന്താവും ഇനി അങ്ങോട്ട് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്നാണ്. ഇതിലെന്താ തോന്നുന്നത്? എനിക്കിതിനകത്ത് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞതുപോലെ തന്നെ ഡിവൈഎഫ്ഐക്ക് തന്നെ ആ വിധത്തിലൊരു സമരം വേണ്ടിയിരുന്നില്ല എന്ന് അവർക്ക് തന്നെ തോന്നിയിരുന്നു. അതുകൊണ്ടാണ് വസീഫും സനോജും വാർത്താ സമ്മേളനം വിളിച്ച് അവർ തന്നെ പറഞ്ഞിരുന്നു ഷാഫി പറമ്പിലിനെ തടയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. അവിടുത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഷൈജു അന്ന് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ഇത് ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളൊരു സമരമല്ല എന്നുള്ളത്. അതിന് മറ്റൊരു രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും കൽപ്പിക്കാനും അതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തെ വിഷയത്തിൽ നിന്ന് നൈസിൽ എസ്കേപ്പ് ആവാൻ ഒരു സാധ്യത ആ വിൻഡോയിൽ കിടക്കുന്നുണ്ട് എന്ന് ഡിവൈഎഫ്ഐയും CPIM തന്നെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എന്തായാലും സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിലല്ല, മറ്റേ വിഷയത്തിലാണ്, രാഹുലിന്റെ വിഷയത്തിൽ തന്നെയാണ് പ്രതിരോധമുള്ളതെന്ന് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ ഈ കേസിന്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ രാഹുലിനെ സംബന്ധിച്ച് വലിയ കുരുക്കാണ്. നോക്കൂ, ഇത്രയധികം ഡിജിറ്റൽ എവിഡൻസുകൾ ഉള്ള മറ്റൊരു കേസ് സമീപകാലത്ത് നമ്മൾ ആരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അത്ര എവിഡൻസുകൾ നിൽക്കുകയാണ്. ആ പരാതിക്കാരിയെ കിട്ടിയ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് രാഹുലിനെ സംബന്ധിച്ച് പൂർണ്ണമായ കുരുക്കായി മാറും എന്ന കാര്യത്തിലും സംശയമില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പരാതി നൽകാൻ തയ്യാറെടുത്തിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് പരാതി നൽകാതിരിക്കുന്നത്. പക്ഷേ പരാതി നൽകിക്കൂടാ എന്നുള്ളതാണ് ഒരു സ്ഥിതി. രണ്ടാമത്തെ കാര്യം, ഈ ഷാഫി പറമ്പിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഷാഫി യഥാർത്ഥത്തിൽ ഒരു ഉമ്മൻചാണ്ടി സ്കൂളിങ്ങിലുള്ള ആളാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ മെയ്വഴക്കമെല്ലാം വളരെ ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടിയേക്കാൾ ഉപരി പ്രയോഗത്തിൽ വരുത്തിയിട്ടുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ ഒരു ഇഷ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഷാഫിക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഷാഫി ആ അവസരത്തെ കൃത്യമായി ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചർച്ചയെ വഴിതിരിച്ചു വിടാനും അത് വടകരയിലെ പ്രത്യേക സ്പെഷ്യലായിട്ട് ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു ഷാഫിക്കെതിരായ പ്രതിഷേധം പാലക്കാടായിരുന്നെങ്കിൽ ഇത് ഈ അർത്ഥത്തിലൊന്നും ആയിരിക്കില്ല മാറുന്നത്. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും വടകരയിൽ ഇന്നലെ രാത്രി കണ്ടത് എന്താണ്? KK രമ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ ആ സിസ്റ്റം മുഴുവനായിട്ട് ഓർഗനൈസ് ചെയ്യുന്നു. അവിടെ മറ്റൊരു രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ടല്ലോ, CPIM CPIM രാഷ്ട്രീയം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മുന്നിൽ ലീഗുണ്ട്, കോൺഗ്രസിനേക്കാൾ മുന്നിൽ ലീഗ് നിൽക്കുകയാണ്. അപ്പം അത് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനെ ക്യാഷ് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ഷാഫിയും ടീമും ആലോചിക്കുന്നത്. പക്ഷേ അത് കൃത്യമായ ഇടതുപക്ഷത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഷാഫി അല്ല, പക്ഷേ ഷാഫി എന്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു, മറുപടി പറയണം എന്ന് പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ നിന്ന് നടത്തിയപോലുള്ള പ്രസ്താവനകൾ ഒരു മുതിർന്ന നേതാവിൽ നിന്ന് വരാതിരിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായ കാര്യമെന്നാണ്. തീർച്ചയായും, കാരണം അങ്ങനെ ഭയങ്കരമായി പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ള സംശയം ന്യായമായി എനിക്കുണ്ട്. അതായത് ഇപ്പോൾ T സിദ്ദിഖ്, M ലിജു, അതുപോലെ നമ്മൾ ഇതുവരെ കണ്ടുവന്ന PC വിഷ്ണുനാഥ്, ഇതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒക്കെ പ്രമുഖ നേതാക്കന്മാരായി വന്നവർ ചെയ്തതിനപ്പുറം എന്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്നുള്ള ന്യായമായ സംശയം എനിക്കുണ്ട്. കാരണം ആ സംഘടനയെ, ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് മാറി നിന്ന് നിരീക്ഷിക്കുമ്പോൾ ആ സംഘടനയെ ദുർബലമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റവരൊക്കെ ഉള്ളപ്പോൾ ആ സംഘടന, ആ സംവിധാനമുണ്ട്, സിസ്റ്റമുണ്ട്, അതിൽ ജനറൽ സെക്രട്ടറിമാരുണ്ട്, അതിൽ താഴേക്ക് മറ്റുള്ള ഭാരവാഹികളെ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ഭാരവാഹികളെ തീരുമാനിച്ചിട്ടില്ല. എത്ര കാലം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു, ഇരട്ട പദവി വഹിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഈ കാര്യങ്ങളിലൊന്നും ചോദിക്കാനും പറയാനും ആളില്ലാതെ വന്നതിനൊരു കാരണം ഈ സോഷ്യൽ മീഡിയ കാലത്ത് മാധ്യമങ്ങളിൽ സജീവമായി വലിയ കോൺഗ്രസിൻ്റെ
കോൺഗ്രസിന്റെ തകർച്ചയിൽ 2021 ശേഷം സജീവമായി ചർച്ചയിലൊക്കെ പങ്കെടുക്കാൻ ഏതറ്റം വരെയും ഏറ്റവും അഗ്രസീവായ, ഒരുപക്ഷെ ചിലപ്പോൾ ഏറ്റവും മോശം ഭാഷയിൽ തന്നെ പ്രതികരിക്കാനൊക്കെയുള്ള ഒരു ആർജവം കാണിക്കും. അതിന് ആർജവമാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അത് ഈ പറയുന്നത് പോലെ ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ അത് വിവരക്കേടായും വ്യാഖ്യാനിക്കേണ്ടി വരും. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു സമീപനമൊക്കെ സ്വീകരിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരു വിസിലടി ഉയരും. അത് ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. കാരണം ആൾക്കൂട്ടത്തിൻ്റെ, ഫാൻസിൻ്റെ ഒരു വിസിലടി ഉയരും. ആ വിസിലടിക്കൊപ്പമാണോ പാർട്ടി ചലിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ ആശങ്ക. കാരണം സംഘടന എന്നുള്ളതുണ്ടോ, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാനൊരു സംശയമില്ലാതെ പറയാം, മാറി നിന്ന് നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ദുർബലമാണ്. അത് ദുർബലമാക്കിയതിൽ പ്രധാനികൾ ഈ അവസാന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിനെ നയിച്ചവർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ സംഘടനാ ബോർഡ് സ്ട്രക്ചർ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ നോക്കൂ, സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതിന് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ വിഷയങ്ങളിൽ യൂത്ത് കോൺഗ്രസ് എത്രത്തോളം ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയെന്ന ചോദ്യത്തിന് ഞാൻ 0 എന്നാണ് പറയുക. കാരണം ആ വിഷയങ്ങളെ, ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളെ ആ വിധത്തിൽ സമരസംഘടന എന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട യൂത്ത് കോൺഗ്രസ് ആണ്. ആ അർത്ഥത്തിൽ ഹർഷൻ പറയുന്നത് 100% ശരിയാണ്. ഒരു വിധത്തിലും ഒരു എഫക്റ്റീവായ സമരത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരുപക്ഷെ ഈ മാത്യു കുഴൽനാടനൊക്കെ സൂചിപ്പിച്ച ഈ റീൽസ് റിയൽ എന്നുള്ള ആ ചർച്ച വീണ്ടും ഒരുപക്ഷെ സജീവമായേക്കും. അത് കാരണം ഇന്നിപ്പോൾ അങ്ങനെ ഒരു പരാമർശം ഇവിടെ ഉയർന്നതുകൊണ്ട് കോൺഗ്രസിനുള്ളിലും ആ ചർച്ച ഉണ്ടാവുമെന്ന് കരുതാം. ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ പ്രവാഹം പോലെ വന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് ഒരാളും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച ഒരക്ഷരം മിണ്ടിയിരുന്നില്ല. സൈബർ സൈന്യത്തിലെ മുഖമില്ലാത്ത ചില ഹാൻഡിലുകൾ മാത്രം മോശം ഭാഷയിൽ പ്രതിരോധമുയർത്തി. ആ കൂട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാങ്കൂട്ടത്തിനൊപ്പം. 2 ദിവസം പിന്നിട്ടിട്ടില്ല, തലമുതിർന്ന നേതാക്കൾ വരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കള്ളക്കേസ് ചുമത്തിയിരിക്കുന്നുവെന്ന്. രാഹുലിനെതിരെ എന്താണ് പരാതി എന്ന് സസ്പെൻഷനിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടി സംവിധാനത്തിൽ നിന്നുള്ള പിന്തുണ സ്വരങ്ങൾ ഉയരുന്നു. അതേ വേളയിൽ തന്നെ മാത്യു കുഴൽനാടനെ പോലെയുള്ളവർ വ്യംഗ്യത്തിൽ എതിരം പെയ്യുന്നു. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെടുന്ന അതിഗുരുതര ആരോപണങ്ങളാണ് അയാൾക്കെതിരെ ഉയർന്നത്. തമ്മിൽ തല്ലും തൊഴുത്തിൽ കുത്തുമല്ല, നിലപാടുറപ്പാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത്. അതുള്ള ഏറെ പേർ അവിടെ ഉണ്ട് എന്ന് നമുക്ക് നന്നായി അറിയാം. കുറ്റാരോപിതന്റെ പ്രതിരോധം തീർക്കുന്നവരോട് കേരളം ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് മാത്രം RDX ഓർമ്മിപ്പിക്കുകയാണ്.